ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് HTML-ലെ ഫോംസിനെ കുറിച്ചാണ്. അപ്പൊ അത് എന്താണ് ഫോംസ്, അതിൽ യൂസ് ചെയ്യുന്ന ടാഗുകൾ ഏതൊക്കെ, ആ ഒരു ടാഗിൽ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടുകൾ ഏതൊക്കെയെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ എന്താണ് ഫോംസ്? അപ്പോൾ അതിന് മുന്നേ ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പം സപ്പോസ് ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരെന്താക്കും, ഈ യൂസറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഡാറ്റ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നെയിം ചോദിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും, അതുപോലെ ഇമെയിൽ ID, ഫോൺ നമ്പർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ചോദിക്കും, നെയിം ചോദിക്കുമ്പോൾ നമ്മൾ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഓരോന്നും അവർ ചോദിക്കുന്ന ഡാറ്റയൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ രീതിയിൽ യൂസറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യാനാണ് നമ്മൾ HTML ഫോംസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തിനാ ഫോംസ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, യൂസർ ടു കളക്ട് യൂസർ ഇൻപുട്ട്, യൂസറിന്റെ ഇൻപുട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTML ഫോംസ് യൂസ് ചെയ്യുന്നത്. ദ യൂസർ ഇൻപുട്ട് ഈസ് മോസ്റ്റ് ഓഫൻ സെൻഡ് ടു എ സെർവർ ഫോർ പ്രോസസിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു HTML ഫോം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. ആ ടാഗ് ആണ് ഏത്, ഫോം എന്ന് പറയുന്ന ടാഗ്. ഫോം, ഇതാണ് ആ ടാഗ്. എന്നിട്ട് എന്താണ് ടാഗിന്റെ പേര്, ഫോം. ഈ ഒരു ടാഗാണ് നമ്മൾ ഡാറ്റ, യൂസറിന്റെ ഇൻപുട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഫോം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കണ്ടോ, ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇവിടെ കണ്ടോ, ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ആക്ഷൻ എന്ന് പറയുന്ന ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് കൂടിയുണ്ട്, നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ആട്രിബ്യൂട്ട് എന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, എന്തിനാണ് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ ഒരു കളക്ട് ചെയ്യുന്ന ഡാറ്റ, നമ്മളിപ്പോൾ ഒരു ഡാറ്റ എൻ്റർ ചെയ്യാണ്, ആ ഡാറ്റ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കളക്ട് ചെയ്യുന്ന ഡാറ്റ എന്ത് ചെയ്യണം, ഏത് ഡാറ്റാ ബേസിലോട്ട് സ്റ്റോർ ചെയ്യണം, ഏത് ടേബിളിലോട്ട് സ്റ്റോർ ചെയ്യണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആക്ഷന്റെ അകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം ഇതിപ്പോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇത് ഓർത്ത് വെക്കുക. ഫോമിന്റെ ഉള്ളിൽ മാൻഡേറ്ററി ആയി കൊടുക്കേണ്ട ഒരു ആട്രിബ്യൂട്ട് ആണ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഓക്കെ അല്ലേ? നമ്മൾ ഫോംസ് എന്ന് പറയുന്നത് യൂസറിൽ നിന്ന് ഇൻപുട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂസർ ഇൻപുട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിന് ഫോം എന്ന് പറയുന്ന ഈ ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത്, എന്തൊക്കെ ഡാറ്റകളാണ് അതായത് നമ്മൾ യൂസറിന് സബ്മിറ്റ് ചെയ്യേണ്ടത്? ഒരുപാട് ഡാറ്റകൾ ഉണ്ടല്ലേ. നമ്മളെ ഫസ്റ്റ് നെയിം ചോദിക്കും, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ, നമ്പർ, അങ്ങനെ ഒരുപാട് അഡ്രസ്സ്, ഒരുപാട് ഡാറ്റകൾ ചോദിക്കും. അപ്പം ഓരോ ഡാറ്റക്ക് അനുസരിച്ചിട്ടും ഇപ്പൊ നമുക്ക് ഓരോന്നും ഇൻപുട്ട്, ഓരോന്നിനനുസരിച്ച് നമുക്ക് ഓരോ ടാഗുകൾ പഠിക്കാനുണ്ട്. നമ്മൾ ഏത് ഡാറ്റയാണ് അയക്കുന്നത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടാഗുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം നമുക്കറിയാം, ഒരു നെയിം കൊടുക്കുമ്പോൾ, നെയിം എന്ന് പറയുന്നത് എന്താണ്, ഒരു ടെക്സ്റ്റ് ആണല്ലേ, ടെക്സ്റ്റ് ഫോർമാറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അതിന് വേറൊരു ടാഗ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഇമെയിൽ ആവുമ്പോൾ എന്താ, ലാസ്റ്റ് ഒരു @gmail.com ഉണ്ടാവില്ലേ, @gmail.com. അപ്പൊ അതിന് വേറൊരു ടാഗാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എന്താണോ അതിനനുസരിച്ച് ഓരോ ടാഗും വ്യത്യാസപ്പെടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഒരു ജനറൽ ആയിട്ട് കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഡാറ്റ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഇൻപുട്ട് ടാഗ്. അപ്പൊ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്, ഫോം എന്ന് പറയുന്നത്. ഫോം ക്രിയേറ്റ് ചെയ്യാൻ ഫോം എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു യൂസറുടെ കയ്യിൽ നിന്ന് ഡാറ്റ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് ഇൻപുട്ട് ടാഗ്. എന്താണ് ഇൻപുട്ട് ടാഗ്? ഓക്കെ ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ഫോം ഉണ്ട്, അതുപോലെ ഇൻപുട്ട് ടാഗ് ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കാം, അപ്പൊ ഇവിടെ ഇൻപുട്ട് ടാഗ് കണ്ടു. നമ്മൾ ഫോമിനകത്ത് മാൻഡേറ്ററി ആയി കൊടുക്കേണ്ട ആക്ഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇൻപുട്ട് ടാഗിനകത്ത് നമ്മൾ കാണുന്ന ഒന്നാണിത്, ലേബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടാഗ്. അപ്പൊ ഈ ലേബൽ ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഒരു ഫോമിനകത്ത് നമ്മൾ
ഇങ്ങനെ ഒരു ഫീൽഡ് മാത്രം, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു നെയിം എൻ്റർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസർ ഇൻപുട്ട് അല്ലേ നെയിം, യൂസർ ഒരു നെയിം കൊടുക്കാണ്. അതായത് നമ്മളിപ്പോ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചോദിക്കും നെയിം, ഇവിടെ ഒരു ബോക്സ് ഉണ്ടായിരിക്കും, ഇതിൽ നമ്മൾ എന്താ നെയിം എൻ്റർ ചെയ്യും. അതുപോലെ എന്തോ ചോദിക്കും, അഡ്രസ് ചോദിക്കും, അതിന് ഇവിടെ എന്തായിരിക്കും ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ അപ്പോൾ ഒരു യൂസർ ആ ഒരു യൂസർ എന്നിട്ട് ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യും നെയിം എന്താണ് ചോദിക്കുന്നത്, അത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പോൾ സപ്പോസ് ഇവിടെ നമ്മളൊരു ഫോം ഒരു ഇൻപുട്ട് ഈക്വൽ ടു നമ്മൾ കൊടുക്കുകയാണ് ഇൻപുട്ട് ഈക്വൽ ടു ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു എന്ന് കൊടുക്കുക ടെക്സ്റ്റ് എന്ന് കൊടുത്തു. അതായത് നമുക്ക് യൂസറിന്റെ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കൊടുക്കുക, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു നമുക്ക് എന്താണ് ടെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് അവിടെ വരുന്ന ആ ഒരു ആ ഒരു ഫോമിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ, ടെക്സ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പം ഇത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ എന്താ ഈ ഒരു സംഭവം മാത്രമാണ് വരിക. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, എന്തെങ്കിലും എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ നമുക്കത് പറഞ്ഞു കൊടുക്കണം, അവിടെ എന്താണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് യൂസറിന് പറഞ്ഞു കൊടുക്കണം. അതായത് ഇപ്പോൾ ഇവിടെ നെയിം ആണെങ്കിൽ ഈ ഒരു ബോക്സിനുള്ളിൽ നെയിം ആണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്, ഒരു ടാഗ് ആണ് എന്തെന്ന് പറയുന്നത്, ലേബൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം എന്താണ് ആ ഒരു ഇൻപുട്ടിനകത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലേബൽ എന്ന് പറയുന്നത്. അപ്പൊ ലേബൽ ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഇൻപുട്ട്, നമ്മൾ ഒരു ടെക്സ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസറിന്റെ ഇൻപുട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഇൻപുട്ട് ടാഗ്. അതുപോലെ ഫോം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് ഫോം എന്ന് പറയുന്ന ടാഗ്. കണ്ടില്ലേ, ഇതൊരു എക്സാമ്പിൾ ആണ് ഇതിന്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഒരു ഇതുണ്ടല്ലേ, ഒരു ബോക്സ് ഉണ്ട്, ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് നോക്കിയിട്ട് അവിടെ കൊടുക്കുക, അതിന് ഹെഡിങ് ഉണ്ടായിരിക്കും ഫസ്റ്റ് നെയിം. അപ്പൊ ഇവിടെ ഫസ്റ്റ് നെയിം ആണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകും. അതേപോലെ ലാസ്റ്റ് നെയിം ആകുമ്പോൾ ചോദിക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് നെയിം കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതിന്റെ ഒരു സ്ട്രക്ചർ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിന്റെ. ഫോം എലമെന്റ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് HTML ഫോം ഫോർ യൂസർ ഇൻപുട്ട്. കണ്ടില്ലേ, ഫോം എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്യുക, അതിനുള്ളിൽ ഫോം എലമെന്റ്സ് കൊടുക്കുക, എന്നിട്ട് ഫോം എലമെന്റ് ക്ലോസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഫോം എലമെന്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് എലമെന്റ്സ് ഉണ്ടായിരിക്കും. അതായത് ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ടാവാം, ചെക്ക് ബോക്സ് ഉണ്ടാവാം, റേഡിയോ ബട്ടൺ ഉണ്ടാവാം, സബ്മിറ്റ് ബട്ടൺസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇത് ഓരോ നമ്മൾ എന്താന്ന് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പഠിക്കൂട്ടോ. അപ്പൊ ഫസ്റ്റ് പറയുന്നത് ഇൻപുട്ട് എലമെന്റ് ആണ്. അപ്പൊ ഇൻപുട്ട് എന്ന് പറയുന്നതാണ് നമ്മളൊരു ഫോം എലമെന്റിൽ മോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്, ഒരു ടാഗ് ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് എലമെന്റ് ക്യാൻ ബി ഡിസ്പ്ലേഡ് ഇൻ മെനി വേസ് ഡിപ്പെൻഡിങ് ഓൺ ടൈപ്പ് ആട്രിബ്യൂട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ടൈപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് നമ്മൾ ഇൻപുട്ട് ടാഗിനുള്ളിൽ കൊടുക്കും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. അതായത് ഇവിടെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഡബിൾ കോട്ടിനുള്ളിൽ ടെക്സ്റ്റിന് കൊടുത്തു, ടെക്സ്റ്റ്. ഡബിൾ കോട്ടിനുള്ളിൽ ടെക്സ്റ്റ് കൊടുത്താൽ അതിന് മീനിങ് എന്താ, നമുക്ക് ഇവിടെ ഒരു ഡിസ്പ്ലേസ് എ സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഇൻപുട്ട് ഫീൽഡ്, ഒരു ഇൻപുട്ട് ഫീൽഡ് വരും, ഇതാണ് ഇൻപുട്ട് ഫീൽഡ്. അവിടെ എന്താണ് സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ഇൻപുട്ട് ടൈപ്പ് ഒരു റേഡിയോ ആണെങ്കിലോ ഡിസ്പ്ലേസ് എ റേഡിയോ ബട്ടൺ, അവിടെ ഒരു റേഡിയോ ബട്ടൺ ആയിരിക്കും കൊടുക്കുക, ഓപ്പൺ ഡിസ്പ്ലേ ചെയ്ത് വരിക. ചെക്ക് ബോക്സ് ഇത് ഇതേപോലെ തന്നെ കൊടുക്കണം കേട്ടോ. ഇൻപുട്ട് ടൈപ്പ് ചെക്ക് ബോക്സ് ആണെങ്കിൽ ചെക്ക് ബോക്സ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ സബ്മിറ്റ്, ഇത് കൊടുക്കുമ്പോൾ ഡബിൾ കോട്ടിനുള്ളിലാണ് കൊടുക്കേണ്ടത്. സബ്മിറ്റ് ബട്ടൺ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക, അതായത് സബ്മിറ്റ് ബട്ടൺ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അതുപോലെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ബട്ടൺ ആണെങ്കിൽ ഒരു ക്ലിക്കബിൾ ബട്ടൺ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, നമുക്ക് ഇതിൽ ഫസ്റ്റ് ടെക്സ്റ്റ് ഫീൽഡിനെ കുറിച്ച് നോക്കാം. ടെക്സ്റ്റ് ഫീൽഡ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഇതെന്ന് പറയുന്നത് എന്താ ഡിഫൈൻ ചെയ്യുന്നത്, സിംഗിൾ ലൈൻ ഇൻപുട്ട് ഫീൽഡ് ഫോർ ടെക്സ്റ്റ് ഇൻപുട്ട്. ഇവിടെ നോക്കാം, ഫോമിന്റെ ഉള്ളിൽ നമ്മൾ ലേബൽ എന്ന് കൊടുത്തു, ഫോർ ഈക്വൽ ടു എഫ് നെയിം. ഇതൊക്കെ എന്താന്ന് പറയുക, ഫസ്റ്റ് നെയിം ലേബിൾ ക്ലോസ് ചെയ്തു. അടുത്ത ലൈനിൽ കണ്ടില്ലേ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു, നമുക്ക് എന്താണ് ഫസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫീൽഡ് ആണല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഇൻപുട്ട് കൊടുക്കാൻ നമ്മൾ ഈ ഒരു ടാഗ് യൂസ് ചെയ്യുന്നു. അപ്പൊ ഏത് ടൈപ്പ് കൊടുക്കാൻ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടൈപ്പ് ഈക്വൽ ടു എന്താണ്, നമുക്ക് ടെക്സ്റ്റ് ആണല്ലേ, നെയിം ആണ് നമുക്ക് ഫസ്റ്റ് വരേണ്ടത്. അതായത് ഫസ്റ്റ് നെയിം എന്നുള്ള ഒരു ഇൻപുട്ട് ഫീൽഡ് ആണ് വരേണ്ടത്. അപ്പം അത് ടെക്സ്റ്റ് ബോക്സ് ആയിരിക്കും. അപ്പൊ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടെക്സ്റ്റ് എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ എന്തുണ്ട്, ID ഉണ്ട്. ID എന്തിനാന്ന് വെച്ചാൽ നമുക്ക് യൂണീക്വലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐഡികളൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ നെയിം ഈക്വൽ ടു എഫ് നെയിം കൊടുത്തു, വാല്യൂ ഈക്വൽ ടു ഇത് കൊടുത്തു. ഇതൊന്നും ഇപ്പൊ ബോധേഡാവണ്ട. അപ്പോൾ അടുത്ത് നോക്കാം, അതിന്റെ ഇപ്പൊ ഇവിടെ നോക്കാം ലേബൽ 4 എന്നുണ്ട്. ഇവിടെ എന്താണ് എഫ് നെയിം, ഇവിടെ ഈ ID എന്താണ് എഫ് നെയിം ആണ്. അതുപോലെ ലേബലിൽ 4 ഈക്വൽ ടു എഫ് നെയിം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു ലേബലും ഈ ഒരു ഇൻപുട്ടും തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ടത്. ഏതിനകത്ത്, ഈ 4ന്റെ അകത്തും ID-ന്റെ അകത്തും ആയിട്ട് കൊടുക്കേണ്ടത്. അതായത്
ഇവ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യണം, അതാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞ ടാഗിനകത്ത് അഡീഷണൽ ആയി കൊടുത്തിട്ടുള്ള ഈ ഐ ഡി എന്ന് പറയുന്ന ഈ ടാഗിനകത്ത് കൊടുക്കേണ്ടത്. ഒന്നുകൂടെ പറയാം. അതായത് ഈ ഒരു ഇൻപുട്ട് ടാഗിനകത്ത് എന്തുണ്ട്, ഐ ഡി എന്ന് പറയുന്ന ഒരു അഡീഷണൽ ടാഗ് ഉണ്ട്. അതുപോലെ ലാബിൽ എന്തുണ്ട്, ഫോർ എന്നുണ്ട്. അപ്പൊ ഈ ഫോറും ഐ ഡിയും എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ഈ ഒരു ലാബലും ഈ ഒരു ഇൻപുട്ടും തമ്മിലുള്ള ആ ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് നെയിം നമ്മൾ ഈ ഐഡിനുള്ളിൽ എന്ത് നെയിമാണോ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കണം ഈ ഒരു ഫോറിന്റെ ഉള്ളിൽ കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പം ഐഡിയിലെ വാല്യൂ ഫോറിലുള്ള വാല്യൂ സെയിം ആയിരിക്കണം. എന്നിട്ട് ഈ ലാബിൽ ഇവിടെ കണ്ടോ, ലാബിൽ ശരിക്കും എന്തിനാ ലാബിൽ കൊടുക്കുന്നത് വെച്ചാൽ ഈ ലാബിൽ ടാഗിന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പം ഒരു ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് കൊടുത്ത് എങ്ങനെ കൊടുത്താൽ എന്താ മാത്രമേ വരുള്ളൂ, ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരും. ഇതിനുള്ളിൽ നമുക്ക് എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഒരു യൂസർക്ക് മനസ്സിലാണ് ഇത് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ എന്ത് വാല്യൂ ആണ് കൊടുക്കേണ്ടതെന്ന് യൂസറിന് അറിയില്ല. അപ്പൊ അങ്ങനെ അറിയണം, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ലാബിലിന്റെ ഉള്ളിൽ എന്ത് കൊടുക്കുന്നത്, നമ്മൾ അവിടെ എന്ത് ടെക്സ്റ്റ് ആണ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത് അത് കൊടുക്കേണ്ടത്. അതായത് ഇവിടെ നോക്കൂ, ഇവിടെ ഈ ലാബലിനുള്ളിൽ എന്താ കൊടുത്തിട്ടുള്ളത്, ഇതാ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ഇതാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ലാബല് ഓപ്പൺ ചെയ്തു, അതിനുള്ളിൽ ഫസ്റ്റ് നെയിം ഒന്ന് കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഫസ്റ്റ് അല്ല ലാബിൽ എന്നുള്ളത് ക്ലോസ് ചെയ്തു. അപ്പൊ എന്താ വരിക, ഈ ടെക്സ്റ്റ് ബോക്സിന്റെ മുന്നേ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് വരും. അപ്പൊ യൂസർ വരുന്ന സമയത്ത് യൂസറിന് മനസ്സിലാവും ഇവിടെ ഈ ഒരു ബോക്സിൽ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ ഫസ്റ്റ് നെയിം ആണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവും. ഓക്കെ ആയോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടെക്സ്റ്റ് ഫീൽഡിനെ കുറിച്ചാണ്. ടെക്സ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെക്സ്റ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഫീൽഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ലാബിൽ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ഇൻപുട്ട് എന്താണെന്ന് പറഞ്ഞു. ഇൻപുട്ട് ആകുമ്പോൾ നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ടൈപ്പ് ഈക്വൽ ടെക്സ്റ്റ് ആണെങ്കിൽ ആ ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് ഫീൽഡിൽ നമുക്ക് ടെക്സ്റ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ കൊടുക്കുന്ന ഐഡിയും ഇവിടെ ലാബിൽ കൊടുക്കുന്ന ഫോറും ഈക്വൽ ആയിരിക്കണം. അതും ഇൻപുട്ടും ആ ഒരു ഇൻപുട്ടും ലാബിൽ തമ്മിലുള്ള റിലേഷൻ കാണിക്കാനാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഒന്നാമത്തതാണ്. അതേപോലെ രണ്ടാമത്തെ ഒരു ടെക്സ്റ്റ് ഫീൽഡ് കൊണ്ടുവരാണ്. എന്താണ് ടെക്സ്റ്റ് ഫീൽഡിന്റെ പേര്, ലാസ്റ്റ് നെയിം. അപ്പൊ കണ്ടോ, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഐഡി എന്താണ്, എൽ നെയിം എന്നുള്ളതാണ്. അതേ നെയിം തന്നെയാണ് ഇവിടെ ഫോറിൽ എൽ നെയിം കൊടുക്കേണ്ടത്. അതേ നെയിം തന്നെ കൊടുക്കണം. അപ്പോഴാണ് ഈ രണ്ടും എന്താണ് അത് തമ്മിലുള്ള കണക്ഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും വരിക. ഫസ്റ്റ് നെയിം ഇവിടെ ടെക്സ്റ്റ് ഫീൽഡ് വരും. ഇവിടെ നമുക്ക് എന്ത് നെയിം വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തതിൽ ലാസ്റ്റ് നെയിം വരും. നമുക്ക് അതിന് താഴെ നമുക്ക് എന്തെങ്കിലും നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്താ ലാബിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് റേഡിയോ ബട്ടൺ. അപ്പൊ റേഡിയോ ബട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ നമ്മൾ ചോദിക്കൂലേ, നമ്മുടെ മെയില് നമ്മൾ ജെൻഡർ ചോദിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം. ജെൻഡർ ചോദിക്കുമ്പോൾ മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, പിന്നെ ട്രാൻസ്ജെൻഡർ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ജെൻഡർ ചോദിക്കുന്ന സമയത്ത് നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ മെയിൽ ആണെങ്കിൽ ഇത് ചൂസ് ചെയ്താൽ പിന്നെ ബാക്കിയൊന്നും ചൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയോ ബട്ടൺസ് യൂസ് ചെയ്യുന്നത്. അതായത് റേഡിയോ ബട്ടൺസ് ലെറ്റ് എ യൂസർ സെലക്ട് വൺ ഓഫ് ലിമിറ്റഡ് നമ്പർ ഓഫ് ചോയ്സസ്. അതായത് എത്ര ചോയ്സ് ഉണ്ടോ അതിൽ ഒരു ചോയ്സ് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് റേഡിയോ ബട്ടൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ റേഡിയോ ബട്ടൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബോക്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, റേഡിയോ ബട്ടൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ. കണ്ടില്ലേതാ, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു ഇതിന്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഇവിടെ റേഡിയോ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലേബലായിട്ട് എന്താ വരേണ്ടത്, HTML ആണ് വരേണ്ടത്. അടുത്തത് നോക്കുക, വീണ്ടും ഒരു റേഡിയോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താണ് CSS. വീണ്ടും ഒരു ഇൻപുട്ട് ടൈപ്പ് റേഡിയോ കൊടുത്തിട്ടുണ്ട്. അതിൽ ജാവാസ്ക്രിപ്റ്റ്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കി നോക്കാം. കണ്ടില്ലേ, ഇവിടെ HTML ഫസ്റ്റത്തത് വന്നു, CSS ജാവാസ്ക്രിപ്റ്റ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ എക്സാമ്പിളിൽ ടെക്സ്റ്റ് ഫീൽഡ് കൊടുത്തപ്പോൾ ആദ്യം നമുക്കിവിടെ ടെക്സ്റ്റ് വരണം. അതായത് ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടെക്സ്റ്റ് വന്ന ശേഷമാണ് എന്ത് കൊടുക്കേണ്ടത്, ആ ഒരു ഫീൽഡ് കൊടുക്കാനുള്ള ആ ഒരു ടെക്സ്റ്റ് ഫീൽഡ് വരേണ്ടത്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്ത് കൊടുക്കണം, ലേബലിന്റെ ആ ഒരു കോഡാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇൻപുട്ട് ടൈപ്പ് കൊടുക്കാം. പക്ഷെ റേഡിയോ ബട്ടന്റെ കേസിൽ ആദ്യം നമുക്ക് ഇൻപുട്ട് റേഡിയോ ബട്ടൺ വരണം, അതിനുശേഷമാണ് ടെക്സ്റ്റ് വരേണ്ടത്, അതായത് ലാബിൽ വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഇൻപുട്ട് ടൈപ്പ് എന്താണ് കൊടുത്തു, അതുപോലെ അതിനുശേഷം ലാബിൽ കൊടുത്തു. അങ്ങനെ ഓരോന്നും കൊടുക്കാം. എത്രയാണ് റേഡിയോ ബട്ടണിൽ പറയാനുള്ളത്. ഇതിന്റെ എക്സാമ്പിൾ ആണിത്. അടുത്തത് ചെക്ക് ബോക്സ് ആണ്. അപ്പൊ ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് റേഡിയോ ബട്ടണും ചെക്ക് ബോക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്?
അപ്പം റേഡിയോ ബട്ടണിൽ നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടാവും. ആ ചോയ്സിൽ ഒന്ന് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ചെക്ക് ബോക്സിൽ അങ്ങനെയല്ല. നമുക്ക് 0 ഓർ മോർ ഓപ്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളോട് ചോദിക്കാണ് നമ്മുടെ ഹോബീസ് എന്തൊക്കെയാണ്. ഹോബീസ് കുറെ ഓപ്ഷൻസ് ഉണ്ട്. റീഡിംഗ് ഉണ്ട്, പ്ലേയിങ് ഉണ്ട്, അതുപോലെ ഈറ്റിംഗ്, അങ്ങനെ ഒരുപാട് ഹോബീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഒരാൾക്ക് ഒരു ഹോബി മാത്രം ആവില്ല ഉണ്ടാവുക. അപ്പൊ മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ചെക്ക് ബോക്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെക്ക് ബോക്സ് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ്. ജസ്റ്റ് ഇത് മാത്രം കൊടുത്താൽ മതി കേട്ടോ. നേരത്തെ റേഡിയോ ബട്ടനെ പോലെ തന്നെയാണ്, കണ്ടില്ലേ? ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് കൊടുത്തു. നമുക്ക് എന്താണ് ലാബിൽ വേണ്ടത്? ഇതാ ഐ ഹാവ് എ ബൈക്ക്. വീണ്ടും അടുത്ത് കൊടുത്തു ഐ ഹാവ് എ കാർ. ഇതാ അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത്? ഇതാ ഇങ്ങനെയായിരിക്കും വരിക. ചെക്ക് ബോക്സിൽ നമുക്ക് ഇതിൽ ഏത് വാല്യൂ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും, എത്ര എണ്ണം വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. അടുത്താണ് സബ്മിറ്റ് ബട്ടൺ. സബ്മിറ്റ് ബട്ടൺ എന്തിനാ നമുക്കറിയാം അല്ലെ? നമുക്ക് നമ്മൾ ഫോം ഫില്ല് ചെയ്ത ശേഷം ഏറ്റവും ലാസ്റ്റ് സബ്മിറ്റ് ബട്ടൺ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സബ്മിറ്റ് ബട്ടൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ it defines a button for submitting the form data to a form handler. അപ്പോൾ ഇവിടെ ഫോം ഹാൻഡ്ലർ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി എ ഫയൽ ഓൺ ദി സെർവർ വിത്ത് സ്ക്രിപ്റ്റ് ഫോർ പ്രോസസിങ് ഇൻപുട്ട് ടൈപ്പ് ഡാറ്റ. അതായത് നമ്മൾ ഈ ഒരു ഡാറ്റ ആ സെർവറിലോട്ടൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു സബ്മിറ്റ് ബട്ടൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈന് നോക്കി നോക്കാം. സോറി, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്, വാല്യൂ ഈക്വൽ സബ്മിറ്റ്. അപ്പൊ ഈ വാല്യൂ എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ സബ്മിറ്റ് പറയുമ്പോൾ സബ്മിറ്റ് ബട്ടൺ വരും. അതിന്റെ ഉള്ളിൽ ഇവിടെ എന്തെങ്കിലും എഴുതി കാണിക്കണമെന്നുണ്ടെങ്കിലാണ് വാല്യൂ ഈക്വൽ ടു എന്താണ്. അപ്പൊ ഇവിടെ വാല്യൂ ഈക്വൽ ടു ക്ലിക്ക് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് എന്നായിരിക്കും എഴുതി കാണിക്കുക. അപ്പൊ വാല്യൂ ഈക്വൽ സബ്മിറ്റ് ആകുമ്പോൾ ഇവിടെ സബ്മിറ്റ് എന്നുള്ളതായിരിക്കും എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫോംസിൽ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫോംസ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ഫീൽഡ് നമ്മൾ കൊണ്ടുവരുന്നത് പഠിച്ചു, അതുപോലെ റേഡിയോ ബട്ടൺ എങ്ങനെ കൊണ്ടുവരാന്ന് പഠിച്ചു, അതുപോലെ ചെക്ക് ബോക്സ്, പിന്നെ സബ്മിറ്റ് ബട്ടൺ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചിട്ടുള്ളത്. മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.